കാസർഗോഡ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. മുൻ തലമുറകൾ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ കൈത്തിരി അണയാതിരിക്കാൻ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും പുതുതലമുറ സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുകയും വേണമെന്ന് മന്ത്രി പറഞ്ഞു. G-Tech Computer Education കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും 2024 ഏപ്രിൽ 4 മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ. കോൺടാക്ട് 7736100443. കാസർഗോഡ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ജില്ലാ ആസ്ഥാനത്ത് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് മന്ത്രി പരേഡ് പരിശോധിച്ച് സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. മുൻ തലമുറകൾ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ കൈത്തിരി അണയാതിരിക്കാൻ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും പുതുതലമുറ സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുകയും വേണമെന്ന് മന്ത്രി പറഞ്ഞു. ഏതൊരു രാജ്യത്തിന്റെയും സുസ്ഥിരമായ ഭാവി അവിടുത്തെ യുവതലമുറയുടെ കൈകളിലാണ്. വാണിജ്യവും വ്യവസായവുമല്ല ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന പുതുപുത്തൻ വിവര സാങ്കേതിക ലോകത്ത് പിന്തള്ളപ്പെട്ട് പോകാതിരിക്കാനാണ് നൈപുണ്യവും നൈപുണ്യ വികസനവും ആധുനിക വൈദ്യുത്യവും ശാസ്ത്രീയമായി തന്നെ യുവാക്കൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഏതൊരു രാജ്യത്തിന്റെ കടമയും കർത്തവ്യവുമാണ്. ഒരു രാജ്യത്തെ വിഭവശേഷി പരമാവധി പ്രയോജനപ്പെടുത്തി ആ രാജ്യത്തെ അഭിനയത്തിലെത്തിക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വവും കർത്തവ്യവും ബോധവും അവിടുത്തെ യുവജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതും അവരുടെ ശക്തി പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. ആസൂത്രണ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കണം. ഈ അറിവുകളും സാങ്കേതിക വിദ്യയും നാടിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിയും. നവമാധ്യമങ്ങളുടെ സാധ്യതയും പരമാവധി ഉപയോഗപ്പെടുത്തണം. വീടുകളിൽ ഇരുന്ന സർക്കാർ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്ന മികച്ച പ്രതികരണമാണ് ഉണ്ടാക്കുക. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് എന്നിവർ പരേഡിനെ അഭിവാദ്യം ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ AK അഷ്റഫ്, NA നെല്ലിക്കുന്ന്, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, E ചന്ദ്രശേഖരൻ, M രാജഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദറിയ, സമരസേനാനികളായ ക്യാപ്റ്റൻ KMK നമ്പ്യാർ, ഗോപാലൻ നായർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ADMP അഖിൽ, ASP ബാലകൃഷ്ണൻ നായർ, ജില്ലാതല ഉദ്യോഗസ്ഥർ, ഡെപ്യൂട്ടി കളക്ടർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, കളക്ടറേറ്റ് ജീവനക്കാർ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പരേഡിൽ 20 പ്ലറ്റൂണുകൾ അണിനിരന്നു. ജില്ലാ സായുധ പോലീസ്, ലോക്കൽ പോലീസ്, വനിതാ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നീ പ്ലറ്റൂണുകളും വിവിധ സ്കൂളുകളിലെ സ്റ്റുഡന്റ് പോലീസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ്, NCC, ഗവൺമെന്റ് കോളേജ് കാസർഗോഡ്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവിടങ്ങളിലെ സീനിയർ ഡിവിഷൻ NCC, ജവഹർ നവോദയ വിദ്യാലയ, പെരിയ ബാൻഡ് സെറ്റ്, ജില്ലാ യുവജന കേന്ദ്രം, കാസർഗോഡ് ടീം കേരള എന്നീ പ്ലറ്റൂണുകളാണ് പരേഡിൽ അണിനിരന്നത്. കാസർഗോഡ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് വിദ്യാർത്ഥികൾ ആലപിച്ച ദേശഭക്തി ഗാനം ശ്രദ്ധേയമായി. പരേഡിനെ തുടർന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഫോഴ്സ്, NCC, സ്റ്റുഡന്റ് പോലീസ് പ്ലറ്റൂണുകൾക്ക് മന്ത്രി എവർ റോളിംഗ് ട്രോഫി സമ്മാനിച്ചു. പരേഡിൽ പങ്കെടുത്ത മുഴുവൻ പ്ലറ്റൂണുകൾക്കും പങ്കാളിത്തത്തിനുള്ള സമ്മാനം നൽകി. പരേഡിലെത്തിയ മുഴുവൻ ആളുകൾക്കും ജില്ലാ ഭരണകൂടം മധുരം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.